നിശ്ചയമായും എല്ലാവരെയും കർത്താവ് മാത്രം മാനിച്ച് ആദരിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ ഈ നേതൃത്വം നൽകുന്ന കർത്താവെ അറിയിച്ചാട്ടെ. അവരുടെ ലൈഫിന്റെ പ്രവർത്തനങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതമായി വെളിപ്പെടുന്നതായി നന്ദി കർത്താവെ. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും യേശു കർത്താവ് വലിയ മഹത്വം വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷയും ഈ പ്രോഗ്രാമും ഗ്രാജുവേഷൻ എല്ലാം അങ്ങനെ സമർപ്പിക്കുകയാണ്. നിശ്ചയമായി പരിശുദ്ധാത്മാവ് എല്ലാം നന്നായി ചെയ്താണ് കർത്താവെ. അവിടെ കരമനകൾ വലിച്ചടിക്കണമേ. അസാന്നിധ്യ എല്ലാവരെയും മറച്ചനുഭവിക്കാനേ കർത്താവെ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പരിചയപ്പെടുത്തുവാനും അവരെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ദേവനാരായണൻ മാസ്റ്റർ, അവരുടെ ഫെലോഷിപ്പിന്റെ തിരുവനന്തപുരത്ത് നമുക്ക് കൂട്ടാനായിട്ട് അവരുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പാസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോയൻ ബ്രദറാണ്. അവരുടെ ഫെലോഷിപ്പിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ ട്രസ്റ്റി മെമ്പറുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അവരുടെ ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോയൻ ബ്രദർ. എനിക്കൊന്നുകൂടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇടുക്കിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിട്ട് നമ്മൾ നീക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെബാസ്റ്റ്യൻ സാറ് On the 20th of September, Kathapara, in Idukki district, a momentous occasion unfolded as the talented tailoring students gathered to celebrate their graduation. After months of hard work, dedication, and honing their craft, they stood proudly, ready to showcase the skills they have mastered. Over the past 5 months, they have mastered the essential skills of tailoring, learning how to measure, cut, and sew with precision and creativity. Each stitch represents their hard work, and each garment reflects their passion and dedication to the craft.
സാമ്പത്തികമായി നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഫീസ് ഒന്നും കൊടുക്കാതെ പഠിച്ചാൽ അങ്ങനെ അവിടെ പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു തീർച്ചയായും നിങ്ങളൊരു വില കൽപ്പിക്കണം. അതിൻ്റെ പിന്നിൽ പറഞ്ഞതുപോലെ അധ്വാനിക്കുന്ന പലരുടെയും ഏറ്റം സുന്ദരനേ ശാരോനിൽ പരീനി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങൾ ഏറ്റം സുന്ദരനേ തുമ്പം ദുഃഖങ്ങളാതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ ശാരോനിൽ പരീനി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങൾ ഏറ്റം സുന്ദരനേ ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം നേടിയാലും യേശുരക്ഷകനൻ താങ്ങും തണലുമാ അവനെന്നെ മറക്കുകയില്ല. മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തമ്പം ദുഃഖങ്ങളാതിൽ ഫെലോഷിപ്പിന്റെ ഈ പ്രവർത്തനമാണ് ദേവദാസന്മാരെ സമാജ സാറ് എന്റെ കോർഡിനേറ്റർ ഐസക സാറ് കോർഡിനേറ്റർ വെളിയിൽ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ള പച്ചമ്മ ടീച്ചർ ജിജി ടീച്ചർ അല്ല ജിജി ബിജി അല്ല ജി ഉണ്ട്. വളരെ സന്തോഷം. ഞാനിവിടെ ഓർമ്മ വന്ന ഏത് പിള്ളേരെയും എന്റെ ഭാര്യ ചുരിദാർ ചെയ്യാറുണ്ട്. അങ്ങനെ ചുരിദാർ ഏത് വ്യക്തിയുടെയും കൊടുക്കണമെന്ന് ആലോചിക്കണം. അപ്പൊ ഞാൻ ചോദിക്കും ഇതേ വെറൈറ്റി ആണല്ലോ ഇവിടുത്തെ ചുരിദാറൊക്കെ വെറൈറ്റിയാണ്. എല്ലാം ഒരുമിച്ചല്ലേ പഠിപ്പിച്ചത്, ഒരു ടീച്ചറിനെ പഠിപ്പിച്ചതാണ്. അപ്പൊ ആ ചുരിദാർ ആരെയും കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കണം. ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. Today, we celebrate the achievements of 10 students who have successfully completed the 5-month basic tailoring course. From the first stitch to the final garment, these individuals embarked on a journey of learning, determination, and growth. The ceremony was a testament to the perseverance and commitment these students have shown. Family, friends, and mentors gathered to celebrate their accomplishments. And as each graduate walked across the stage, they carried with them the dreams of tomorrow's world of tailoring. Today, they stand proudly, ready to take their newfound skills into the world. Whether they choose to continue their education, start their own businesses, or pursue careers in fashion, these 10 students are prepared to make their mark. ഇവിടെ വന്ന് പഠിച്ചത് കൊണ്ട് ഞാനിപ്പോ ഒരു ഫീസൊക്കെ കൊടുത്തോ ഇല്ല പഠനത്തിലൊക്കെ പോയി പഠിക്കാനാണെങ്കിൽ ഞാനൊരു കാരണവശാലും പഠിക്കാൻ പോകത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാനിന്ന് വന്ന് പഠിച്ചു. ഞാനിപ്പോ തയ്ച്ചും കൊടുത്തിട്ടുണ്ട് വേറെ ആളുകൾക്ക്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദിയും പ്രാർത്ഥനയും. എല്ലാവർക്കും കൊടുക്കും പാവാട എല്ലാം തയ്ച്ച്. വളരെയധികം വിഷമമായ കാര്യമാണ്. മുഖം പല ഉണ്ടായിരുന്നു. കുറെ നാടക
നിലവാരത്തിലുള്ള മുഖങ്ങളൊക്കെ കാണാൻ പറ്റും. എല്ലാവർക്കും ഒരു വലിയ നാടകത്തിലും അഭിനയത്തിലും ഒക്കെ വലിയ ഭാവി കണ്ടുകൊണ്ട് എങ്ങനെ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വന്നുള്ളത് കൃത്യമായ വലിയൊരു ഭാവി അന്ന് ഞങ്ങൾ കണ്ടു. ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഒരു നാടകത്തിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കാനായിട്ട്. അപ്പോ ഈ സർട്ടിഫിക്കറ്റ് എല്ലാവരും ഇന്ന് വീട്ടിൽ കൊണ്ടുവച്ച് അങ്ങനെയല്ല വാല്യൂ ഉള്ളത്. ഞാൻ പറഞ്ഞത് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എന്നെ ഓർമ്മിപ്പിക്കുന്നില്ല. വിഷമിക്കല്ല, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലാവരും മൊത്തത്തോടെ ചെറിയ പുഞ്ചിരിയൊക്കെ കണ്ടു തുടങ്ങി. നിങ്ങൾ ഇനി അറിയിട്ട് വേദനിപ്പിക്കുന്നത് ശരിയല്ല, കാരണം നിങ്ങൾ പ്രതീക്ഷയോടൊക്കെ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. പക്ഷേ ഇത് വെറുതെ ഈ എക്സാം എഴുതിയതും ഈ പഠിച്ചതും അന്ന് ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റി. അതെല്ലാവരും രണ്ടായി തീരുന്നതിന് എനിക്ക് നേരത്തെ മുൻകാലങ്ങളിലുള്ള പഴയ കുറേ ബാച്ചുകളുടെ ഇവിടുത്തെ അല്ല ട്രിവാൻഡ്രത്തൊക്കെയുള്ള കുറേ ബാച്ചുകളുടെ നമ്മൾ എനിക്ക് ഓർക്കേണ്ടി വന്നത്. അന്ന് ഞാൻ പറഞ്ഞാണ്. ഞാൻ ഒന്നുകൂടി നിങ്ങളെ അത് ഓർപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ പഠിച്ചെഴുതിയത് എക്സാം എല്ലാം എഴുതിയത് വളരെയധികം നന്നായി. റെക്കോർഡ് ബുക്ക് കഴിഞ്ഞ വട്ടത്തിനേക്കാളൊക്കെ കഴിഞ്ഞ വട്ടത്തെ ബാച്ചിനേക്കാളും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ റെക്കോർഡ് ബുക്ക് തിരിച്ചും അങ്ങനെ ചെയ്തത് ഒത്തിരി നന്ദിയുണ്ട്. നന്ദി പറയുന്നത് തോന്നുന്നില്ല, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാക്സിമം ആന്തരികത്തിൽ തന്നെ ചെയ്തു. പക്ഷെ അത് ഇവിടെ കൊണ്ട് എന്ത് ചെയ്യരുത്, തയ്ക്കരുത്. അപ്പം നിങ്ങളുടെ ദൗത്യം എന്താ? ഒന്നും തയ്ക്കണം. പിന്നെ അടുത്ത ദൗത്യം എന്താണോ പറ്റുവാണെങ്കിലല്ല ആ നിലവാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം. ടീച്ചർ 100% ഓക്കെ ആവുന്നതാണ്. നിങ്ങൾ ടീച്ചറിനെ പറ്റി എന്തെങ്കിലും കംപ്ലൈന്റ് പറയാനുണ്ടോ? ടീച്ചർക്ക് ഇവരെ പറ്റി എന്തെങ്കിലും എനിക്ക് എല്ലാം മനസ്സിലാവും. എല്ലാം മൗനം സംഭവമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പോയാൽ ടീച്ചർ കൂടെ ജീവിക്കണമല്ലോ, വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് വളരെയധികം നന്നായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാട്ടിലൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോ ഇത് തുടങ്ങിയ സമയത്ത് മുതൽ തലമുറകളെ ഈ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫെലോഷിപ്പിനുള്ള ബന്ധത്തില് ഇവിടെ കടന്നു വന്ന കർത്താവ് പ്രിയ ജയപ്രദന്റെ കുടുംബമായി വളർന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുതന്റെ കുടുംബമായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയാജോമിസനെ കുടുംബത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രിയാശുമാനെ കുടുംബമായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയാസവാസന്റെ കുടുംബമായി ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കയ്യിൽ പഠിപ്പിക്കുന്ന പ്രിയ ടീച്ചറിന് വളരെ ശ്രദ്ധയോടെ ദൈവസഹനം. Congratulations to the second batch. Graduating class of 2024, a new wave of talent is ready to tailor the future.